ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലക്ഷ്യ കൊമേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം.കോം ഫസ്റ്റ് സെമിസ്റ്ററിലെ ലീനിയർ പ്രോഗ്രാമിംഗ് ചാപ്റ്ററാണ്. മാനേജ്മെൻറ്റ് സയൻസിലത്തെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തിയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ആദ്യം അത് കാണുക. ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ നിങ്ങൾ ഈ പ്രോബ്ലം ക്ലാസ് കാണുന്നതിനേക്കാളും മുൻപ് തിയറി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് രണ്ട് മെത്തേഡാണ്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും രണ്ട് സിംപ്ലക്സ് മെത്തേഡും. നമ്മളിന്ന് ഗ്രാഫിക്കൽ മെത്തേഡാണ് നോക്കുന്നത്. സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അത് സാധാരണ ചോദിച്ച് കാണാറില്ല എക്സാമിന്. ഗ്രാഫിക്കൽ മെത്തേഡ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറ്. മാത്രമല്ല നമുക്ക് ഈ ചാപ്റ്ററിൽ ഗ്രാഫിക്കൽ മെത്തേഡ് മാത്രമാണ് തന്നിട്ടുള്ളത്. സിംപ്ലക്സ് മെത്തേഡ് വേറൊരു ചാപ്റ്റർ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. എന്തായാലും സിംപ്ലക്സ് മെത്തേഡ് അറിഞ്ഞിരിക്കണം, അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിനേക്കാളും മുൻപ് തന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എന്തിനാണ്? അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് കുറേ വെറൈറ്റി ഓഫ് സൊല്യൂഷൻസ് അവൈലബിൾ ആണെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അപ്പോൾ അതിൽ നിന്ന് ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് സൊല്യൂഷൻ തിരഞ്ഞെടുക്കുന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. സോ ലീനിയർ പ്രോഗ്രാമിംഗ് ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ്. ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അപ്പോൾ സാധാരണയായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് കമ്പനീസിലും ബിസിനസ്സിലും പിന്നെ അതുപോലെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് നെസസറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വേണ്ടതുണ്ട്. അതിൽ ഡിസിഷൻ വേരിയബിൾ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കൺസ്ട്രെയിൻസ്, ഇതൊക്കെയാണ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തൊക്കെയാണ് ഡിസിഷൻ വേരിയബിൾ, പിന്നെ ഒബ്ജക്റ്റീവ് എന്താണ്, കൺസ്ട്രെയിൻസ് എന്താണ് എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതണം. അപ്പോൾ അതാണ് ആദ്യം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് കമ്പാരിറ്റീവ്ലി വളരെ എളുപ്പമായിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ പ്രോബ്ലത്തിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ പ്രോബ്ലം ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതൊന്ന് ഫെമിലിയറൈസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസിഷൻ വേരിയബിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലീനിയർ പ്രോഗ്രാമിങ്ങിൽ വരാറ്. ഇപ്പോൾ എക്സ് എന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, വൈ എന്ന പ്രൊഡക്റ്റ് നമുക്ക് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് ഏതൊക്കെ അളവിൽ പ്രൊഡ്യൂസ് ചെയ്താലാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്താലാണ് നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യനാണ് സാധാരണയായി നോർമലായിട്ട് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ഡിസിഷൻ വേരിയബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിൽ എത്ര എണ്ണം എക്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര എണ്ണം വൈ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് സാധാരണ ഡിസിഷൻ വേരിയബിൾ. അപ്പോൾ നമ്മളിതിനെ x1 x2 എന്നാണ് പറയാറ്. പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒന്നില്ലെങ്കിൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് എഴുതേണ്ട ഒരു രീതി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ max2 = x1 + x2 എന്നാണ് ഇതിൻ്റെ സാധാരണ ഇക്വേഷൻ. പിന്നെ നമ്മളിതിനെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മിനിമൈസേഷൻ ആണ്, കോസ്റ്റ് മിനിമൈസേഷൻ ആണ് ഒബ്ജക്റ്റീവ് എങ്കിൽ -2 = x1 + x2. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കാം. കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സൊല്യൂഷനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടറിനെയാണ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, എക്സ് എന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 hours ഓഫ് ലേബേഴ്സ് വേണം, വൈ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 3 hours ഓഫ് ലേബർ വേണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലേബർ അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് 13 ആണ്. നമുക്ക് ആ കൂടിയിട്ട് 30 ലേബർ അവേഴ്സ് ഉള്ളൂ. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം 2x1 + 3x2 <= 30. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കൺസ്ട്രെയിൻറ്റ് എഴുതുക. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് 3 മെഷീൻ അവേഴ്സ് ആണ് വേണ്ടത്, വൈ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് 4 മെഷീൻ അവേഴ്സ് ആണ് വേണ്ടത്. ടോട്ടൽ മെഷീൻ അവേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 45 അവേഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത കൺസ്ട്രെയിൻറ്റ് എന്താ എഴുതുക? കൺസ്ട്രെയിൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട് 3x1 + 4x2 <= 45. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണയായിട്ട് LPPയിൽ
കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുന്നത്, ദെൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്, പിന്നെ ഡിസിഷൻ വേരിയബിൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇപ്പോൾ ഈ ഒബ്ജക്റ്റീവിനും കൺസ്ട്രെയിൻറ്റിനും ഒക്കെ. ഇനി ഒരു പ്രോബ്ലം വരുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. A manufacturer make 2 products X and Y. Each product has to be processed in 3 departments named mechanical, electrical and assembly. Each unit of X requires 12 minutes in mechanical department, 6 minutes in electrical department and 3 minutes in assembling department. Y required 6 minutes in mechanical department, 9 minutes in electrical department and 3 minutes in assembling department. In a given period of time, there is 120 hours available in mechanical department, 90 hours available in electrical department and 35 hours available in assembling department. For product Y, selling price is 8 and cost is 5. And product X, selling price is 12 and cost is 7. How many items of X and Y should be produced to maximize profit? അപ്പോൾ ഇവിടെ നമുക്ക് 2 പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, എക്സും വൈയും. പിന്നെ ഒരു 3 ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് അസംബ്ലിംഗ്. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലും എക്സിനും വൈനും വേണ്ട സമയവും തന്നിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവൈലബിൾ ആയിട്ടുള്ള സമയവും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അവേഴ്സിനും സെപ്പറേറ്റ്ലി ടൈം ലിമിറ്റും തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എക്സിൻ്റെയും വൈൻ്റെയും കോസ്റ്റും സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ എക്സിന്നും വൈന്നും എത്ര വീതം പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് നമുക്ക് കിട്ടി. എന്താണ് ഒബ്ജക്റ്റീവ്? മാക്സിമൈസ് പ്രോഫിറ്റ്. അപ്പോൾ മിനിമൈസ് കോസ്റ്റ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? മാക്സിമൈസ് പ്രോഫിറ്റ്. പിന്നെ നമുക്ക് കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ദെൻ ഡിസിഷൻ വേരിയബിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഓരോ പ്രൊഡക്റ്റിൽ നിന്നും എത്ര പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എക്സിൽ നിന്ന് കിട്ടുന്നത് 12 സെല്ലിംഗ് പ്രൈസ്, 7 രൂപയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 രൂപയാണ് എന്ത്? പ്രോഫിറ്റ്. ദെൻ വൈയിൽ സെല്ലിംഗ് പ്രൈസ് 8, 5 രൂപയാണ് അവരുടെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് 3 പെർ യൂണിറ്റ്. ഇത്രയും ഡീറ്റെയിൽസ് കിട്ടി. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. സോ മാക്സിമൈസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 3x2. ഇതെന്താണ് ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 5 രൂപയാണ് ആദ്യത്തെ x1ൽ നിന്നുള്ള നമ്മളുടെ പ്രോഫിറ്റ്, ദെൻ 3 രൂപയാണ് വൈയിൽ നിന്നുള്ള നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി അസംബിൾ ചെയ്തിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കൺസ്ട്രെയിൻസ് എഴുതാം. അടുത്തതായിട്ട് നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് എഴുതുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻസ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സിനും വൈനും തന്നിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും തന്നിട്ടുള്ള മിനിറ്റ്സും ദെൻ ടോട്ടൽ മിനിറ്റ്സും ആണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 12x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7200. അതിനെ നമ്മൾ 120 അവേഴ്സിനെ മിനിറ്റ്സിലേക്ക് ആക്കിയതാണ്. ഇനി അടുത്തത് 6x1 പ്ലസ് 9x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5400 മിനിറ്റ്. ദെൻ ഫൈനലി 3x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2100. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. 12 മിനിറ്റ്സ് ആണ് നമുക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്റ്റ് എക്സിന് തന്നിട്ടുള്ളത്. അതേപോലെ 6 മിനിറ്റ് ആണ് പ്രൊഡക്റ്റ് വൈന് തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 12x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, പിന്നെ 120 അവേഴ്സാണ് മൊത്തം. അപ്പോൾ നമ്മളതിനെ എന്തായി മിനിറ്റിലേക്ക് മാറ്റിയപ്പോൾ 7200 കിട്ടി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും x1ഉം x2 എന്താണ് എഴുതുന്നത്, എക്സും വൈയും അല്ലേ പ്രൊഡക്ട്സ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എക്സും വൈയും ആണെങ്കിലും നമ്മൾ അതിനെ വിളിക്കുന്നത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു ഏതൊരു പ്രൊഡക്ട്സ് ആണെങ്കിലും, ഇപ്പോൾ വൈ സെഡ് ആണെങ്കിലും അല്ലെങ്കിൽ എ ബി ആണെങ്കിലും നമ്മൾ വിളിക്കേണ്ടത് x1 x2 എന്നാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കൺസ്ട്രെയിൻസ് എഴുതിയ വിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ കൺസ്ട്രെയിൻസിനെ സോൾവ് ചെയ്യണം. കൺസ്ട്രെയിൻസിനെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ആദ്യം കൺസ്ട്രെയിൻസിനെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നാമത്തെ കൺസ്ട്രെയിൻ്റ് എടുക്കാം. 12x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7200. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ 0 ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് ആദ്യം x1 0 ആക്കാം. അപ്പോൾ 12 ഇൻറ്റു 0 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7200. 6x2 less than or equal to 7200. x2 is equal to 7200 divided by 6 and x2 equal to
1200. ദെൻ അതുപോലെ നമുക്ക് x2ൻ്റെ സ്ഥാനത്ത് 0 ഇട്ടിട്ട് നമ്മൾ വീണ്ടും സോൾവ് ചെയ്യുക. അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ x1 എന്ന് പറയുന്നത് 600 കിട്ടും. ഇത് സോൾവ് ചെയ്യാനായിട്ട് ബേസിക് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതുപോലെ കൺസ്ട്രെയിൻ 1 ചെയ്ത പോലെ കൺസ്ട്രെയിൻ 2 ചെയ്യണം ആൻഡ് കൺസ്ട്രെയിൻ 3 ചെയ്യണം. അപ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂസ് ഒരു 3 കിട്ടും, അതേപോലെ x2ൻ്റെ വാല്യൂസും ഒരു 3 കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് x1ൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 600, 900 ആൻഡ് 700. അതുപോലെ x2ൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1200, 600 ആൻഡ് 700. ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ്. ഇനിയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാം, എന്നിട്ട് y ആക്സിസിലും x ആക്സിസിലും x1 x2 എന്നുള്ള പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2 പോൾസിനും നമ്മൾ ഇത് കൊടുക്കുമല്ലോ, വാല്യൂസ് കൊടുക്കുമല്ലോ. അത് നിങ്ങളുടെ സ്കെയിലിൽ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിൻ്റെ ഒരു ആവറേജ് വരുന്ന രീതിയിൽ എടുക്കണം. അപ്പോൾ നമുക്കൊരു 100ൻ്റെ, അതായത് ഇൻ ഹൺഡ്രഡ്സിൽ എടുക്കാം ഗ്രാഫ്. അപ്പോൾ 1 2 എന്ന് എഴുതിയാൽ മതി, പക്ഷേ 100 എന്നുള്ള ഇതിൽ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതിയിട്ട് x2ൻ്റെ വാല്യൂസൊക്കെ x2ൻ്റെ സ്ഥാനത്ത് നിന്ന് ഡോട്ട് വയ്ക്കുക. ദെൻ x1ൻ്റെ വാല്യൂസൊക്കെ x1ൻ്റെ ഭാഗത്തു നിന്ന് അടയാളപ്പെടുത്തുക. ദെൻ ഈ 3 വാല്യൂസിനെ നമ്മൾ ജോയിൻ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു കൺസ്ട്രെയിൻറ്റ് സോൾവ് ചെയ്ത് കിട്ടിയ x1ഉം x2ഉം തമ്മിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. 1200 x2ൽ 1200 കിട്ടിയപ്പോൾ x1ൽ 600 കിട്ടിയില്ലേ, അത് രണ്ടുമാണ് ജോയിൻ ചെയ്യേണ്ടത്. അതുപോലെ x2ൽ 600 കിട്ടിയപ്പോൾ x1ൽ 900 കിട്ടിയില്ലേ, അത് രണ്ടും ജോയിൻ ചെയ്യുക. ദെൻ മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റിൽ 700ഉം 700ഉം ഒരുമിച്ച് കിട്ടി, അപ്പോൾ അത് രണ്ടും ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഇതിനൊക്കെ പേര് കൊടുക്കണം. ആദ്യത്തെ ലൈനിന് 1, പിന്നെ രണ്ടാമത്തെ ലൈൻ 2 കൊടുക്കുക, മൂന്നാമത്തെ 3. എന്നിട്ട് അവിടെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ എഴുതുക, നമ്മളുടെ കൺസ്ട്രെയിൻ്റ് ഒന്ന് എഴുതുക. അതായത് 12x1 + 6x2 എന്നുള്ള കൺസ്ട്രെയിൻ്റ് എഴുതി വെക്കണം. അങ്ങനെ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഈ ലൈൻസൊക്കെ തമ്മിൽ ജോയിൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അങ്ങനെ ഇത് ജോയിൻ്റ് ആയിട്ടൊരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാം നിങ്ങൾക്ക്. അതായത് ABCD നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഏറ്റവും താഴത്തെ ലൈനുകളിൽ വേണം നമ്മൾ പേര് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ലൈക്ക് ഏറ്റവും താഴത്തെ x2ൻ്റെ ഭാഗത്ത് നമുക്ക് ഏറ്റവും താഴെ കാണുന്ന ആ ഒരു പോർഷൻ ഏതാണ്? 600 എന്നുള്ള ഭാഗത്താണ് അല്ലേ. അപ്പോൾ അവിടെ A കൊടുത്തു. പിന്നെ അതുപോലെ ആ ലൈനും വേറൊരു ലൈനും കൂടി കൂട്ടുമ്പോൾ B വരുന്നുണ്ട്. പിന്നെ മുകളിലത്തെ ലൈനും കൺസ്ട്രെയിൻറ്റ് 1ൻ്റെ ലൈനും താഴത്തെ ലൈനും കൂടി കൂട്ടുമ്പോൾ C. ദെൻ ഏറ്റവും x1ൻ്റെ ഭാഗത്ത് ഏറ്റവും ആദ്യം വരുന്നത് ഏതാണ്? 600 തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ D കൊടുത്തു. ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ എടുത്ത് എഴുതാം. അപ്പോൾ Aയിൽ വന്നിട്ടുള്ളത് ഏതാണ്? Aയിൽ x1ൻ്റെ ഭാഗത്ത് 0 അല്ല അല്ലേ, x2ൻ്റെ ഭാഗത്ത് 600 ആണ്. ഇനി Bയിൽ വന്നിട്ടുള്ളത് x1ൻ്റെ ഭാഗത്ത് 300 ആണ്, x2ൻ്റെ ഭാഗത്ത് 400 ആണ്. ദെൻ സിയിൽ x1ൻ്റെ ഭാഗത്ത് 500 ആണ്, x2ൻ്റെ ഭാഗത്ത് 200 ആണ്. ഡിയിൽ x1ൻ്റെ ഭാഗത്ത് 600 ആണ്, x2ൻ്റെ ഭാഗത്ത് 0 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ജസ്റ്റ് ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആ ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ABCD എന്ന് പേര് കൊടുത്തിട്ട് അത് പോയിന്റ്സ് ആക്കിയിട്ട് എടുത്തെഴുതാം. അങ്ങനെ ഇതൊക്കെ ഇത്രയും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവാൻ സാധിക്കും, ബിയിലും സിയിലുമാണ് x1ഉം x2ഉം വാല്യൂസ് 0 അല്ലാണ്ട് വരുന്നത്. എയിലും ഡിയിലും ആണെങ്കിൽ 0 വാല്യൂസ് വരുന്നുണ്ട് അല്ലേ, പക്ഷേ ബിയിലും സിയിലും 0 വാല്യൂസ് വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ x1ഉം x2ഉം കണ്ടുപിടിക്കാനായിട്ട് എടുക്കേണ്ടത്. അങ്ങനെ x1ഉം x2ഉം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ബി തന്നെ സെലക്ട് ചെയ്യാം. ബി എന്ന പോയിന്റിൽ ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതിൽ ബി എന്ന പോയിന്റ് ഏത് 2 കൺസ്ട്രെയിൻസും കൂട്ടിമുട്ടുമ്പോഴാണ് ആ പോയിന്റ് വന്നതെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് വന്നിട്ടുള്ളത് കൺസ്ട്രെയിൻ 2ഉം കൺസ്ട്രെയിൻ 3ഉം ക്രോസ് ചെയ്തപ്പോഴാണ് ബി എന്ന പോയിന്റ് കിട്ടിയത്. അപ്പോൾ കൺസ്ട്രെയിൻ 1ഉം 2ഉം നമ്മൾ എഴുതാം. 6x1 + 9x2 <= 5400. അടിയിൽ 3x1 + 3x2 <= 2100. ദെൻ ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2100നെ × 2 ചെയ്തിട്ട് എല്ലാതും ഒരേപോലെ ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 6x1ഉം 6x2ഉം 2 ഭാഗത്തും കിട്ടും. അപ്പോൾ 2x1 കോമൺ ആയുമ്പോൾ അത് വെട്ടിപ്പോകുന്നു. ദെൻ അങ്ങനെ നമുക്ക് x2ഉം x1ഉം കിട്ടി.
അപ്പോൾ x2 ഇതിൽ കിട്ടിയത് 400 ആണ്, x1 കിട്ടിയത് 300 ആണ്. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിയും ചെയ്യാം. അപ്പോൾ അതിൽ സി എന്നുള്ള പോയിന്റിൽ ഏതൊക്കെ കൺസ്ട്രെയിൻ്റ് ആണെന്ന് നോക്കണം. അപ്പോൾ സി എന്നുള്ള പോയിന്റിൽ നമുക്ക് വന്നിട്ടുള്ളത് ആദ്യത്തെ കൺസ്ട്രെയിൻറ്റും അതുപോലെ അവസാനത്തെ കൺസ്ട്രെയിൻറ്റും ആണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മൾ എഴുതുന്നു. 12x1 + 6x2 = 7200, ദെൻ 3x1 + 3x2 = 2100. അപ്പോൾ ഇതേപോലെ ഇവിടെയും നമ്മൾ ഇത് സോൾവ് ചെയ്തിട്ട് x1 500ഉം x2 200ഉം ആണ് കിട്ടിയത്. ഇനി ഇതെന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ 4 വാല്യൂസ് ഉണ്ടല്ലോ, അത് ഫുള്ളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ എയ്ക്കും ഡിക്കും 0 വാല്യൂസ് ഉള്ളതുകൊണ്ടാണ് ബാക്കി 2 എണ്ണം നമ്മൾ സോൾവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എയ്ക്ക് ആദ്യം നമുക്ക് ഇഫ് എ ആണെങ്കിൽ എ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 5 × 0 + 3 × 600, അപ്പോൾ 1800 ആണ് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ്. ഇനി ബി എന്നത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ 5 × 300 + 3 × 400, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2700 ആണ്. ഇനി സി സെലക്ട് ചെയ്യുകയാണെങ്കിൽ x1 എന്ന് പറയുന്നത് 500 ആണ്, x2 എന്ന് പറയുന്നത് 200 ആണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 3100 ആണ്. ഇനി ഡി ആണ് സെലക്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് 3000 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ആ ഒരു മിക്സ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, സി ആണ്. അപ്പോൾ എത്ര, 500 യൂണിറ്റ്സ് ഓഫ് x1ഉം 200 യൂണിറ്റ്സ് ഓഫ് x2 ആണ്, അതായത് y ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് 3100. എന്നിട്ട് അത് നമ്മൾ അടിയിൽ എഴുതണം. സോ വി ഷുഡ് പ്രൊഡ്യൂസ് 500 യൂണിറ്റ്സ് ഓഫ് x1 ആൻഡ് 200 യൂണിറ്റ്സ് ഓഫ് y. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലം. ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. കുറച്ച് വലിയ പ്രോബ്ലമാണ്. അത് കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം ലെങ്തി ആവുക. അപ്പോൾ 2 കൺസ്ട്രെയിൻ്റ് ഒക്കെയാണോ ഉള്ളൂ വെച്ചെങ്കിൽ സിമ്പിളായിട്ട് വേഗം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 4 പോയിൻറ്റ്സാണ് അടയാളപ്പെടുത്തേണ്ടി വരുള്ളൂ, 3 എണ്ണം വേണ്ടി വരില്ല. അതുപോലെ തന്നെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സപ്പോസ് കോസ്റ്റ് മിനിമൈസ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് കേൾക്കുമ്പോൾ ഒന്ന് വേഗം മനസ്സിലാവാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇത് ഇത്രയും ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണത്തിൽ അവസാനിപ്പിച്ചത്. പിന്നെ ഇതിനെ നമുക്ക് മിനിമൈസേഷൻ ഓഫ് കോസ്റ്റും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്